ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് തന്നെ സ്തോത്രം പറയണം. എന്തോന്നല്ല മാന്യ ഷർട്ടും മുണ്ടും ഉടുപ്പൊക്കെ ഇട്ടേക്കും, സാരി ചുരിദാറ്, ഒരു ആമയും പറ. എന്തോ നല്ല വാഹനത്തിലെ യാത്ര ചെയ്ത് വന്നേ, എന്തോ നല്ല ഫുഡാ കഴിച്ച്. കൈ പൈസ ഉണ്ടെങ്കിൽ പത്തനംതിട്ടയിലോ തിരുവല്ലയിലോ അടൂരോ ചെന്നാ കഴിക്കാൻ കിട്ടാത്തത് എന്നാ ഉള്ളേ അല്ലേ? യമന് ചെല്ലുമ്പോൾ കോഴിക്കോടൻ മന്തി, കോഴിക്കോട്ട് ചെല്ലുമ്പോൾ യമനും മന്തി, എവിടെ ആണെങ്കിലും അല്ലേ ഉണ്ടല്ലോ. കൈ പൈസ ഉണ്ടെങ്കിൽ ഏത് മന്തിയാ കിട്ടാത്തത്? എന്തോ ഫുഡാ കിട്ടാത്തത്? ഞാൻ ഏറ്റവും കൂടുതൽ വീണ് കാല് പൊട്ടിയിട്ടുള്ളത്, മുട്ട് പൊട്ടിയിട്ടുള്ളത് മേലോട്ട് നോക്കി ഓടുമ്പോൾ ചെറുപ്പത്തിലേ. കാരണം ഹൈറേഞ്ച് ആകപ്പാടെ മൺ റോഡുകളാണ്, വല്ലപ്പോഴും ജീപ്പൊക്കെ വരും, അതേ ഉള്ളൂ. കാളവണ്ടിയാണ് ഗതാഗത സംബന്ധിച്ച് എന്റെ കുട്ടിപ്രായം. പിന്നെ വൈറ്റ് അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ അവൻ മേഘത്തിനകത്ത് മറയുന്നതിന് മുമ്പ് കൺകുളിർക്ക് കാണാനുള്ള ആ മേലോട്ട് നോക്കിയുള്ള ഓട്ടത്തിനിടയ്ക്ക് വീണ് മുട്ടുപൊട്ടി, മുട്ട് തിരുമ്പി മേലോട്ട് നോക്കിയപ്പോൾ പിന്നെ അവനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇന്നുണ്ടല്ലോ എന്നാ ഫ്ലൈറ്റ് ചാർജ്, കാരണം ഒരൊറ്റ സീറ്റും കാലിയില്ല. അതിനെ കാലിയില്ലാത്ത കോന്നിന്ന് അമ്മാമ്മ സൗദിയിലെ മോടെടുത്ത് പോയി അച്ഛനും കൂടെ 2 മാസം ഇന്ന് തിരിച്ച് നാട്ടിൽ വന്നു. 1 മാസം ഇവിടെ നിന്നിട്ട് അടുത്ത 3 മാസം കാനഡയിലെ മോടെടുത്ത് തിരിച്ചു വന്നു. തിരിച്ച് ഇവിടെ വന്ന് 1 മാസം നിന്നിട്ട് അടുത്ത ഓസ്ട്രേലിയക്ക് പോവാ. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലുള്ള സമയം കുറവാണ്. നല്ല ആമീൻ. എന്റെ ചോദ്യേ, ഇത്രയും നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയത്, ഇത്രയും നല്ല വസ്ത്രം ധരിക്കാൻ പറ്റിയത്, ഇത്രയും നല്ല വീട്ടിൽ പാർക്കാൻ പറ്റിയത്, ഇത്രയും നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത്, വിദേശ രാജ്യങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുന്നത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ? സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ഒരു 10-200 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഈ നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല വാഹനം, ഈ യാത്രാ സൗകര്യങ്ങളൊക്കെ വല്ലോ വിദേശ രാജ്യങ്ങളൊക്കെ പോകാൻ പറ്റുമോ? നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാന ശേഷിപ്പെട്ടതല്ല, അതും ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട കാര്യമാണെന്ന്. അതുകൊണ്ട് ഇല്ലാത്തത് ഓർത്ത് പരിഭവിക്കാതെ മറ്റുള്ളവർക്കുള്ളത്രയും എനിക്കില്ല, എനിക്കത്രയും തന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കാതെ, മനുഷ്യനോട് മുഷിയാതെ ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ എന്നോട് കരുണ കാണിച്ച ദൈവമേ അങ്ങേക്ക് സ്തോത്രമെന്ന് ഇന്ന് രാത്രി നന്ദിയോടെ പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയരെ, നാം യാഥാർത്ഥ്യം മറക്കല്ല്. ഒരു ചിന്തയെന്ന് പറയാം, എന്തൊക്കെ നമ്മൾ വല്ലപ്പോഴും കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ പറയും, ചരിത്രത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാഗ്യമുള്ളൊരു തലമുറയാണ്. എത്ര പേര് എന്നോട് ചെയ്യുന്ന ആമേൻ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് ജീവിക്കുന്ന തലമുറ. പണ്ടൊക്കെ മക്കൾക്ക് എന്നാ ഭക്ഷണം കൊടുക്കും എന്നുള്ള വിഷമമാണ് അല്ലേ? വിഷന്ന് കഴിഞ്ഞു കളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്നിരുന്നു, ദൈവമേ അടുത്ത നേരത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ഒരു വക എവിടാ? അപ്പം ഹോളിലൊക്കെ ഉണ്ടല്ലോ, ലോഡ് കണക്കിന് ഫുഡ് മാറ്റാൻ പറ്റും. കാരണം വിഷമുണ്ടാവില്ല, കഴിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു, കഴിക്കണമെങ്കിൽ അവന് വിശക്കണ്ടേ? ഒരാമേനൊന്ന് പറ, വിശക്കാനൊന്ന് അനുവദിക്കരുത്. അവര് ചോദിച്ചിങ്ങോട്ട് വരും. മക്കളുടെ മാരുന്നവരോട് പിണങ്ങല്ലേ? സോറി, എനിക്കുണ്ട് കുഞ്ഞുങ്ങൾ. ഞാൻ എപ്പോഴും എന്റെ ഭാര്യയോട് പറയും, തത്രപ്പെടണ്ട, വിശന്നാൽ അവര് വരും. നമ്മൾ വിശക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതേ, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ടെൻഷൻ, ഇന്നത്തെ നമ്മുടെ ടെൻഷൻ കൊച്ചുങ്ങൾ കഴിക്കുന്നില്ലെന്ന. പണ്ടത്തെ ടെൻഷൻ കഴിക്കാൻ എന്നാ കൊടുക്കും. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. അപ്പൊ എന്റെ കുഞ്ഞുപ്രായത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നം അറിയാമോ? അപ്പൻ്റെ അടുക്ക ചെന്ന് ഞങ്ങൾക്ക് നേരിട്ട് കാര്യം പറയാൻ പറ്റും. അമ്മ വഴി വേണം കാര്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സ്ലേറ്റിൽ അന്വേഷിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ അല്ലേ? ആ സ്ലേറ്റ് ഒക്കെ മേടിച്ച് തരുമ്പോൾ അതിനൊക്കെ ഒരു കാലാവധി ഉണ്ടായിരുന്നു. അത് ഈ വഴക്ക് പിടിക്കുകയും ഓടി പോകുന്നുണ്ടെങ്കിൽ സ്ലേറ്റ് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ സ്ലേറ്റിന്റെ മൂല പൊട്ടും, അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതൊക്കെ അപ്പം കാണാതിരിക്കാൻ എത്ര വിദഗ്ധമായിട്ടാ. അരകിലെ കാര്യം ഞാൻ പറയും, 3 പത്രികയിലെ കാര്യം. പക്ഷെ അമ്മ അപ്പനടുത്ത് ചെന്ന് നേരിട്ട് കാര്യം പറയാൻ പറ്റില്ല. അമ്മ വഴി വേണം. അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴും ചെല്ലാൻ പറ്റില്ല. അപ്പന്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇത് കണ്ട് മനസ്സും അടുത്ത് അന്നത്തെ മക്കൾ പറഞ്ഞു, എന്റെ അമ്മ ഇതെന്നാ ജീവിതമാണ്, ഇതെന്നാ ഒരു അപ്പനാണ്. അപ്പോഴത്തെ അലക്സിന്റെ അപ്പനെ കാണും.
അമ്മമാർ പറഞ്ഞു കൊടുത്തത്, എൻ്റെ പൊന്നു മക്കളെ മനസ്സിലായോടെ ഈ കാണ്ടാമൃഗത്തിൻ്റെ കൂടെ ഞാനല്ലാതെ വേറെ ആരും ജീവിക്കരുത്, ഇപ്പം പിടികിട്ടിയില്ലേ എന്ന് പറഞ്ഞ് എഴുതിക്കാത്തോട്ട് എണ്ണ ഒഴിച്ച് മക്കളുടെ അനുകമ്പയൊന്നും വളഞ്ഞ വഴിയിലൂടെ നേടാൻ അന്നത്തെ അമ്മമാർ പോയില്ല. അന്നത്തെ ഭക്തിയുള്ള അമ്മമാർ പറയടാ, നിന്റെ അപ്പനെ അപ്പുറത്തെ അലക്സിന്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സ്നേഹം അകത്താം, പുറത്ത് കാണിക്കാൻ. എനിക്കിങ്ങനെയുള്ള മനുഷ്യനോടൊരു വിനീതമായ ചോദ്യമുണ്ട് കേട്ടോ. എനിക്ക് എല്ലാവരോടും സ്നേഹം, പക്ഷെ അകത്താം, പുറത്ത് കാണിക്കാൻ അറിയില്ലെന്ന് പറയുന്നവരോട് എൻ്റെ വിനീതമായ ചോദ്യം, നിങ്ങളെപ്പോലെ അങ്ങനെ എല്ലാവരും കൂടെ തുടങ്ങി ഈ ലോകത്തിന്റെ ഗതി എന്തായി മാറും? സ്നേഹം അകത്തുണ്ടെങ്കിൽ അത് മറയ്ക്കാനുള്ളതല്ല, അത് വെളിപ്പെടുത്താനുള്ളതാണ്. ഇതുപോലെ ദൈവത്തിന്റെ സ്നേഹവും മറയപ്പെട്ട സ്നേഹമല്ല, സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാടാണ്. വായിക്കാം, വിശുദ്ധ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യനായി മണ്ണിൽ അയച്ചതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ. നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. മാനവവർഗത്തോടുള്ള ദൈവത്തിന്റെ അതുല്യമായ സ്നേഹത്തിന്റെ ഉജ്ജ്വല വെളിപ്പാടാണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. എന്നോട് ചേർന്ന് ആദരധ്വരനാമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ശാന്തമായി ഞാൻ അതിനെ വിശദീകരിക്കാം. ഇതൊരു മുറ്റത്തെ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകും. കോന്നിയിൽ ഒരു ജേസി ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും ജേസിമാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നേരത്തെ ഓടി എങ്ങാണ്ട് പറഞ്ഞല്ല, ഇപ്പം ജേസിയാ പറഞ്ഞു, ജേസിമാരോട് ക്ഷമിച്ചു. ജേസി നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. ഡെലിവറി കഴിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ഭേബ ജെസിയെ കുഞ്ഞിനെ കണ്ടേച്ച് വന്ന് കോന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നടന്നു വരുമ്പോൾ ഒരു ഓമന നമ്മുടെ ഭേബയെ കണ്ടു. ഫേബയുടെ ഓമന ചോദിക്കാം, ഫേബ എവിടെ പോയതാ? ഫേബയുടെ മറുപടി, അമ്മാമ്മ ഇന്നടത്തെ ജെസ്സി പ്രസവിച്ച് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിൽ അമ്മയും കുഞ്ഞിനെ കണ്ടേച്ചു വരിക. ഉടനെ ഓമനയുടെ ചോദ്യം, കുഞ്ഞു മോനാണോ മോളാണോ? ആണാണോ? ആണാണെങ്കിൽ ആണാണ്, പെണ്ണാണെങ്കിൽ പെണ്ണാണ്. അതറിഞ്ഞു കഴിയുമ്പോൾ സംസാരം നിർത്തേണ്ടതാണ്. പക്ഷെ ചില ഓമനമാരെ കിട്ടി അന്നത്തെ ദിവസം പോക്കാം. ചില മനുഷ്യരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വെളുപ്പിനെ 2 മണി 3 മണിക്കൊക്കെ വെട്ടിവെയർത്ത് എഴുന്നേറ്റ് അതിലെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, വെള്ളം കുടിക്കുന്നു. അത് ഷുഗർ താങ്ങിട്ടല്ല, പ്രഷർ കൂടിയിട്ടല്ല. അപ്പോഴാണ് ഓർത്തത് അവളോട് അതും കൂടെ ചോദിച്ചില്ലല്ലോ. ആ ചോദിച്ചില്ലല്ലോ എന്നുള്ള ആ പിച്ചാഭംഗം കൊണ്ടുണ്ടായ പരദേശമാണ് ഞാൻ പറഞ്ഞ. അടുത്ത ചോദ്യം, കൊച്ചി വെളുത്തതാണോ? വെളുത്തതാണെങ്കിൽ വെളുത്തതാണ്, കറുത്തതാണെങ്കിൽ ചിലരാണെങ്കിൽ വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞാൽ കുശുമ്പ് മൂത്തോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, കൊച്ചൊരു ചെവി വെളുത്തതാണോ? എവിടെ മുടിയുണ്ടോ? മുടിയില്ല. അപ്പം വീട്ടുകാരായിട്ട് അവരല്പം മൂക്ക് നീട്ടോടെ, കൊച്ചിന്റെ മൂക്ക് നീണ്ടതാണോ പരന്നതാണോ? എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാൽ ചില മനുഷ്യർക്കൊരു സമാധാനം ഉണ്ടാകും. എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാലും ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്ന് പറ. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അതെടുത്ത് പറയത്തക്ക ചോദിക്കത്തക്ക സവിശേഷതയുള്ള കാര്യമല്ല, അത് കേവലം നിസ്സാര കാര്യം മാത്രമാണ്. എന്നാൽ ഒരു നവജാത ശിശുവിന്റെ കാര്യത്തിൽ മാത്രം ആധികാരിക ചരിത്രരേഖയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ കിടത്തിയതെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചോളൂ. എനിക്ക് വാക്യം വായിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല, എന്നാലും ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യവും 12-ാമത്തെ വാക്യവും. അവൾ